എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് 2 മെരട് കപ്പ പൊരിച്ച് നോക്കുക. ഇതാ നിങ്ങൾ മെരട് ഇവിടുന്ന് കൊത്തിക്കിടുക, ഇങ്ങനെ അങ്ങ് കൊത്തിക്കിടുക. ഇതെടുത്തിട്ട് നമ്മളൊരു കാപ്പെടുത്തം പിടിച്ച് നോക്കുക. ഇതാ ഏസ ഓമ്പടാ, ഇതാ ഇതിൻ്റെ കപ്പ. ഇതുണ്ട് നിങ്ങൾ നല്ലോണം ഇതാ ഇതാ എന്താ കായ, ഇതാ നല്ല ഓരോ കിലോനുണ്ട് ഓരോന്നും. ഒരു മെരടും കൂടി പിടിച്ച് നോക്കാം. ഓയ് പിടിക്കുന്നേ. ഓ എന്താ കപ്പാണ്ടങ്ങൾ ഇതാ ഇതാ കണ്ടങ്ങൾ ഏതാ മെരട് കണ്ട പാമ്പ് ചോര കിലോ ഉള്ള കണ്ടോ. നമ്മൾ ഒരു മെരടും കൂടി പൊരിക്കുക. എന്ന് വെച്ചാൽ ചെത്തിയിട്ട് നമുക്ക് ഉണക്കുവാനുള്ളൊരു പരിപാടിയാണ്. മഴക്കാലത്തേക്ക് നമുക്ക് കൃഷിപ്പണിയൊക്കെ എടുക്കുമ്പോൾ ചായ കുടിക്കണ്ടിക്കണ്ട ഇങ്ങനത്തെ ചെത്തിയിട്ട് ഇപ്പോഴോ റെഡിയാക്കി വെച്ചാൽ നമുക്ക് പണിയെടുക്കുമ്പോൾ നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് പുഴുങ്ങിയിട്ട് ചായ കുടിക്കുക. അപ്പം നമ്മൾ ഒരു വീട് പിടിക്കുക. അയ്യോ ഇതാ പോരുന്നില്ല, പടന്നുകൊണ്ട് നോക്കി നോക്കുക. അതുകൊണ്ട് നമ്മൾ രണ്ടൂന്ന് കൊത്തിങ്ങി കൊത്തുക. ഇതാ ഇങ്ങനെ കൊത്തുക. ഇങ്ങനെ കൊത്തിയിട്ട് കുറച്ചിങ്ങനെ ആക്കി എടുത്തതിന് ശേഷം വേനൽക്കാലം ആനൊക്കെ ഉണ്ടാകും. കപ്പ ഉണ്ടായിട്ടില്ല, കപ്പ ഒരൊറ്റ കപ്പയേ ഉള്ളൂ. ഓക്കെ, ഇതാ പോരുന്നില്ല. ഇതാ ഒന്നും കൂടി ഇതാ ഇതെന്താ പൊരിയാത്തത്? പിന്നെ ഒന്നിക്കെങ്കിലും നമ്മളെ കൈ പറിച്ചിട്ട് അല്ലാണ്ട് കപ്പ ഉണ്ടായിട്ടുവാ. ഏത് ജാതിയിലായിരിക്കും നമ്മളൊന്നും കൂടി പിടിച്ചപ്പോൾ ഓഹോ നല്ലോണം ഉണ്ട്. ഇതെണ്ണങ്ങളെ ഇത് നിങ്ങൾ ഫോണിലായിട്ടാണ് കാണാത്തതല്ല, നീട്ടുകൾ ഒരുപാട് 5 കിലോ 5 കിലോ 6 കിലോ ഉണ്ട്. ഇതെണ്ണങ്ങൾ ഫോണിലായിട്ട് കാണാത്തതാ കണ്ടോ. കാണിച്ചു കൊടുക്കുക, അടുപ്പിച്ച് കാണിച്ചു കൊടുക്കുക കണ്ടോ. അപ്പോൾ ഇത് നമ്മളിവിടെ വെക്കുക. അപ്പോൾ നമ്മൾ തണ്ട് എന്നും കൊത്തി വെക്കുക. 2 മെരടും കൂടി നമ്മൾ പൊരിച്ച് വെക്കുക. തണ്ട് കൊത്തി തണ്ടും കൂടി നമ്മൾ കൊത്തി വെക്കുക. പെരുന്നിങ്ങനെ പോട്ടെ. ഇത് ദേശം വലിയ മെരടാണ്. ഇതിൻ്റെ മെരട് കാണിച്ചു കൊടുക്കും. രണ്ടുങ്ങൾ ഇത് ദേശം വലിയ മെരടാണ്. ഈ ദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ലോണം ഉണ്ടാവും എന്നുള്ള 2-3 തണ്ടുള്ള ഒരു നല്ലൊരു തണ്ടാണ്. ഇതും കൂടി നമുക്ക് പൊരിക്കണം. അത് നമ്മൾ ചെറിയ ഇതിങ്ങനെ പൊരിച്ച് വെക്കുക. ഇത് ചെറിയ ഇതിൻ്റെ ഇടാടി നിന്ന് ഇറങ്ങിപ്പോയതാറ്റാ. ഇത് ചെറുങ്ങനെ ഇത് നമ്മൾ മാറ്റി വെച്ചാൽ ഓഹോ ഇല്ല കണ്ട ഒക്കൂല കാത്ത കച്ചവടം. മെരടും കൂടി മതി. ഇത് പൊരിക്കുവാനായിട്ട് പൊരിക്കുന്നതല്ല, നമ്മളെ നേസറി ഉണ്ടല്ലോ ഈ തൈകൾ കണ്ടെങ്കിൽ നിങ്ങൾ ഇതാ ഈ തൈകൾക്ക് ചോലി ആകുന്നതിന് ഇതുണ്ട് ഇതിങ്ങനെ പറയും തൂപ്പിങ്ങാപുറം വീണിട്ട് ചോലി ആകുന്നതിന് ഇത് 6 മാസമായുള്ള കപ്പ പൊരിച്ചൊഴിവാക്കുന്ന. ഇതിപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ചെത്തിയിട്ട് ഉണക്കിയിട്ട് നമുക്ക് തന്നെ കൃഷി ആവശ്യം എടുക്കാൻ വെച്ചിട്ടാണ് ഇത്. ഈ ബൈരി ഇങ്ങനെ തന്നെ കപ്പ ഞാൻ പൊരിച്ചൊഴിവാക്കി വെച്ചാൽ ഇവിടെ നേസറിയാണ്. ഇവിടെ മുകളിൽ വള്ളിയും കവുങ്ങും പിന്നെ നേസറിയിലേക്ക് കുറ്റിയടുത്തെങ്ങും തൈ നല്ലതിന്. അപ്പോൾ ഇതിന് ഒരു ചോല ആകുന്നതിന് പൊരിച്ച് ഒഴിവാക്കുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ചെത്തിയിട്ട് ഉണക്കാം. ഇത് വലിയ മെരട്ടും കൂടി നമ്മൾ പൊരിച്ച് നോക്കുക. 6 മാസമായിക്കാളും ഇല്ലെങ്കിൽ നല്ല ചക്ക ഒരു മെരട്ടിന് 25 കിലോ 20 കിലോ കപ്പ ഉണ്ടാകുന്ന മെര. ഇതിപ്പോൾ 6 മാസം കൊണ്ട് കപ്പൊക്കെ വലിയ നീട്ടം വെക്കൂല, കനവും വരില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മെരട്ടും കാണിച്ചാൽ നമ്മൾ പൊരിക്കുക. ഇങ്ങനെ ആക്കുക. ഇങ്ങനെ അങ്ങ് ആയിക്കൊടുക്കുക. ഇല്ലേ കളിക്കുന്നത് നല്ലോണം കപ്പ ഉണ്ടാകും. കപ്പ ഉണ്ടാക്കി നമുക്ക് ഒക്കാണ്ടില്ല. ഇത് ഞാൻ ഇവിടെയായി പോയി വെച്ച നേസറിയിൽ ചെറിയ നേസറിൻ്റെ ഉള്ളിൽ അരിക്കൂടെ ഒരു കപ്പ അങ്ങ് വെച്ച് കൊടുത്താൽ. അപ്പോൾ അല്ലാണ്ട് നമ്മൾ വേലർ അത് ലേശം ചോലിയാണ് ഇവിടെ. ഈ വേലറിലത്തിൽ വെച്ചാൽ നല്ലോണം കപ്പ ഉണ്ടാകുന്ന ഒരു തണ്ടാണിത്. ഇതിൻ്റെ തണ്ട് ഇവിടെ ഉണ്ട്. ആർക്കും വേണമെങ്കിൽ ഇതിലേക്ക് കൊടുക്കുകയും ചെയ്യും. കപ്പാണ്ട് നിങ്ങൾ എന്താ കപ്പ നീട്ടം നോക്കി നോക്കി ഇതിൻ്റെ വണ്ണം നോക്കി നോക്കി എന്താ കപ്പ. അപ്പോൾ ഇത് നമ്മൾ അങ്ങ് കൊണ്ടാക്കുക. മെരടും കൂടിയും വളങ്ങി പൊരിക്കുക. ഇങ്ങനെ കൊത്തി നോക്കാം. കപ്പാണ്ട് നിങ്ങൾ കപ്പ കാണുന്നുണ്ടല്ലേ. നിറച്ച് കപ്പ ഉണ്ട്. ഇതിപ്പോൾ റെഡിക്ക് 5-6 കിലോ ഉണ്ട്. ഇത് മെരട് നിങ്ങൾ നല്ല മൊത്തം കണ്ടിക്കല്ലേ നിങ്ങൾ. ഫോൺ കാണുമ്പോൾ തിരിയല്ലേ ഇതിൻ്റെ വലിപ്പവും. ഇത് കണ്ടോ കപ്പ പൊരിച്ച് 4-5 മെരട് കപ്പ നമ്മൾ പൊരിച്ച് ധാരാളം കപ്പ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കണ്ടങ്ങൾ നല്ല മെരടാണ്. അപ്പോൾ ഇത് നമ്മൾ ചെത്തിയിട്ട് ഈ 5 മെരട് നമ്മൾ ചെത്തിയിട്ട് ഇങ്ങ് ഉണക്കുക. അപ്പോൾ എല്ലാവരും നല്ലോണം കൃഷി ചെയ്യുക. എല്ലാ കൃഷികളും ചെയ്ത് നല്ലോണം മുന്നേറ്റങ്ങൾ നടത്തി എല്ലാ കൃഷിയും ചെയ്യുക. ഞാൻ കാണുന്നില്ലെങ്കിൽ നമ്മളിപ്പം പണിയും കാര്യം വന്നിക്കാളും എല്ലാവിധ അതുപോലെ നേസറിയിലെല്ലാ സാധനവും നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ തന്നെ കൃഷിയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം നമ്മൾ പറഞ്ഞും തരും. അപ്പം ഇവിടുന്ന് മാണ്ടിയ തെങ്ങും തൈയും കുറ്റിയാടി തെങ്ങും തൈ വള്ളിത്തല കുറ്റിക്കുരുമുളക് എല്ലാം നമ്മൾ തരും. നമ്മളെ നേസറിയിൽ വന്നാൽ നമ്മൾ സ്വന്തം ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ.
എല്ലാം വള്ളിത്തലകൾ പന്നി വരുന്ന കുറ്റിക്കുരുമുളക് എല്ലാം നമ്മൾ കൃഷി ഉണ്ടാക്കും, എല്ലാം കൊടുക്കുകയും ചെയ്യും. അപ്പം നമ്മളും കൃഷി ചെയ്യുന്നുണ്ട്, കപ്പ ചെയ്യുന്നുണ്ട്, കൊക്കോ ചെയ്യുന്നുണ്ട്, എല്ലാ കൃഷിയും നമ്മൾ ചെയ്യുന്നുണ്ട്, കുരുമുളക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളും കൃഷി ചെയ്തിട്ട് എല്ലാവരും കൃഷി ചെയ്താൽ നമുക്ക് സന്തോഷവും ഐശ്വര്യവും നിലനിർത്താം. ഓക്കെ.